ഹായ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷാനിബ വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ചെടിയുണ്ട് എല്ലാം താഴെ ഇരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും പാമ്പിൻ്റെ ശല്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ചെടികളെല്ലാം വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ചെടികളെല്ലാം എടുത്ത് മുകളിലോട്ട് വെച്ച് ആക്കിയിരിക്കുകയാണ്. ഒരു കുഞ്ഞ് കരയണ ശബ്ദം കേൾക്കണില്ലേ? ഒരു കുഞ്ഞാട്. മുകളിലായി എല്ലാം താഴെയാണ് ഇരുന്നത്. ഇപ്പം എല്ലാം മുകളിൽ. ഒരു കട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു. അത് നല്ല കട്ടിലായിരുന്നു. എടുത്ത് മുകളിൽ കൊണ്ടിട്ട് അത് മഴയും വെയിലും ഒക്കെ കൊണ്ട് അതിൻ്റെ ഇതൊക്കെ അങ്ങ് പോയി. മക്കളെ ചെയ്യണ കാര്യമാണ്. അതങ്ങ് പോയപ്പോൾ എന്ത് ചെയ്തു? ചാരിയുടെ ഇരുന്നു. ഞാൻ പയ്യെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചു. അതിൽ കയറെല്ലാം ചുറ്റി, കയറൊക്കെ ചുറ്റിയാണ് ചെയ്യുന്നത്. കയറ് ചുറ്റിയിട്ട് കൊച്ചു പലവകളെല്ലാം പറക്കി വെച്ച് അങ്ങനെ അതിനെ ഒരു സ്റ്റാൻഡ് പോലെ ആക്കി. അങ്ങനെ പലതൊക്കെ വെച്ച് ഒരു സ്റ്റാൻഡ് പോലെ ആക്കി. ഇത് ചെടിയാക്കിയല്ലേ. ഇത് തുളസി ഉണ്ട്. തുളസി നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് തുളസി. ഒരു വീട്ടിലൊരു തുളസി അത്യാവശ്യം. പിന്നെ അതായത് തന്നെ നല്ല രസമല്ലേ പൂവാണ്. ഇതിൻ്റെ 4-5 കളറുണ്ട്. ഓരോ സമയത്തും ഓരോ കളർ ഇരിക്കുന്നതാണ്. സ്വയം അങ്ങ് പോകും, സ്വയം വരും. വെള്ളം ഒഴിയും, ഉണങ്ങി സ്വന്തമായിട്ട് അങ്ങ് പോയിട്ട് പോകും. പോയിട്ട് പിന്നീട് അത് വരും. പിന്നെ ഇതൊരു നല്ല എനിക്കിഷ്ടപ്പെട്ട രസമുണ്ട്. ഇത് നമ്മൾ വെക്കാൻ വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള പോട്ടിലൊക്കെ ഉണ്ട്. അതുള്ള പോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ ഞങ്ങൾക്ക് കേട്ടോ. ഇതിലുള്ള പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ നല്ല ഓറഞ്ച് ലില്ലിയാണ്. ഇത് ലില്ലിയാണ്. ഈ പുല്ലുണ്ട്. നല്ല രസമല്ലേ ഇത്? ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്. ഇതൊക്കെ അങ്ങ് വാടി നിൽക്കുകയാണ്. ഇതൊക്കെ പിന്നെ ഒരു അത്ഭുതം എന്താണെന്നറിയാമോ? ഇതായിരുന്നു കണ്ടോ, ഇങ്ങനെ ഇരുന്നതാണ്. അത് പിന്നെ അത് താഴോട്ട് ഒതുക്കി വെച്ചിരുന്നപ്പോൾ പിന്നെ അത് എത്ര നീളമുള്ള ഇല വന്നു. വീണ്ടും അടുത്തത് ആ ഇല വരുന്നു. ഒരത്ഭുതമല്ലേ? അപ്പോൾ അത്ഭുതം തന്നെ. ചെടികൾ പല രൂപത്തിൽ നമ്മൾ അത്ഭുതപ്പെടും. പിന്നെ ഇങ്ങനെ ഇരുന്ന സാധനം പിന്നെ അത് ഈ ഇലയായി. ഇപ്പം എന്താ വീണ്ടും ഈ ഇലയായിട്ട് വരണം. എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കണം. എല്ലാം നമ്മളെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവണോ അതുപോലെ തന്നെ ചെടികളിലും പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട് അല്ലേ? നമുക്കറിയാമോ നമ്മളെ ശരീരത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? നമുക്കറിയില്ലല്ലോ. പലതും ഉണ്ടാകും. പ്രായങ്ങൾ കൂടുമ്പം അല്ലാതെ തന്നെ ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പലതും. പണ്ട് നമ്മൾ കുറേ വയസ്സായ ആളുകൾക്കാണ് നല്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു തരം പ്രായമുള്ള മക്കൾ അവർക്കാണ് പല രീതിയിൽ. അത് ഇന്നത്തെ കാലത്ത് ആ ഫുഡിൻ്റേതാണ്. ഫാസ്റ്റ് ജീവിതം ഇതൊക്കെ ആകുമ്പോഴങ്ങ് ശരീരം സൂക്ഷിക്കാനൊക്കെ. ഇപ്പം ആ ചെടിക്ക് എന്തോ ഒരു പ്രതിഭാസം ഉണ്ടായി. എൻ്റെ 10 മണി നിറയെ പോകുന്നതായിരുന്നു. ഇത് അവിടെ ഇരുന്നതാണ്.
ഞാൻ അടുത്ത് ഇവിടെ പോകാൻ കൊണ്ടുവച്ച് മഴയും വരണം. ഇപ്പം ഇനിയിപ്പോൾ വെള്ളത്തിൽ പോകണ്ടെന്ന് വിചാരിച്ചു. നിറയെ 10 മണി പോകുന്നുണ്ട്, നിറയെ പല നിറത്തിലുണ്ടായിരുന്നു. ഞാൻ പോയി ഇന്ന് ഇത്രയും സൈഡ് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഈ ഒറ്റ ഒരു സൈഡ് എല്ലാ ചെടികളും ഇപ്പം കണ്ട നല്ല രസമല്ലേ? ഈ ഒറ്റ സൈഡിൽ ഇങ്ങനെ കാണിക്കും. അസ്സലാമലൈക്കും. ഇനി അടുത്ത വീഡിയോ. പിന്നെ എനിക്കൊരു വിഷമമായത് അതിൻ്റെ ഈ ചെടി പോയി. കണ്ടോ, വെയിൽ കൊണ്ട് ഇങ്ങനെയായി. ഇനി അതെന്താവും എന്നുള്ളത് പിന്നെ കണ്ടറിയാം. ചെടികളെല്ലാം ഇപ്പോഴത്തെ വെയിലിൽ പോയതാണ്. ശരി, അസ്സലാമലൈക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ആരോഗ്യത്തിന് കാടും പടലും ഒക്കെ വെട്ടി വൃത്തിയാക്കി എല്ലാവരും സൂക്ഷിക്കുക. കുഞ്ഞുമക്കളെയൊക്കെ നന്നായിട്ട് നോക്കണം. കുട്ടികളെയാണ്. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. വീടും പരിസരമൊക്കെ വൃത്തിയായിരിക്കുക. നമ്മളെ പരിസരമൊക്കെ ഇവിടെ കാട് പിടിച്ച് അപ്പുറത്തെ വീട് അവിടെയൊന്നും ആളുകളില്ല. അതൊക്കെയാണ് ഓരോരുത്തർ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് ഇട്ടിട്ട് ഒന്നുമില്ലാതെ അപ്പോൾ അവിടെ കാട് പിടിച്ച് കിടക്കും. ആളുകൾ കൊണ്ടുവന്ന് ചവറൊക്കെ ഇടും. എല്ലാം ഇട്ട് അതൊക്കെ ആയിട്ട് കിടക്കും. പിന്നെ എല്ലാം അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താലില്ല നന്നായിട്ടാണ്. ശരി, എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.